ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊരു കഷ്ടമാണ് സഞ്ജു സാംസൺ, എന്തൊരു കഷ്ടമാണ്. ഒരു മലയാളി ബാറ്റർക്ക് ആദ്യമായി വേൾഡ് കപ്പ് T20 പോലെ ഒരു വലിയ ബിഗ് പ്ലാറ്റ്ഫോമിൽ കളിക്കാൻ ഒരു 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 സർപ്രൈസ്ഡ് ചാൻസ് കിട്ടിയിട്ട് പോലും അത് ഉപയോഗപ്പെടുത്താൻ സഞ്ജു സാംസന് കഴിഞ്ഞില്ലല്ലോ. ഒരു മലയാളി എന്ന നിലയിൽ എനിക്കതിൽ വിഷമമുണ്ട്. തീർച്ചയായിട്ടും എനിക്കറിയില്ല, അതായത് ഒരേ മിസ്റ്റേക്സ് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ആ ട്രാപ്പ് തിരിച്ചറിയാൻ പറ്റാതെ വീണ്ടും അതിലൂടെ തന്നെ ഔട്ടാവുന്ന ഒരു പ്രവണത എനിക്കറിയില്ല. എന്താ ഇങ്ങനെ ഇൻ്റർനാഷണൽ കളിക്കാരൊക്കെ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അറിയില്ല. എന്താണ് സഞ്ജു സാംസന് സംഭവിക്കുന്നതെന്ന് സത്യമായിട്ടും അറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും സഞ്ജു സാംസണുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ ഡയറക്റ്റ്ലി കോൺടാക്റ്റുള്ള ആളുകളോ അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഈവൻ ബേസിൽ ജോസഫ് ആരും ആയിക്കോട്ടെ, ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും അദ്ദേഹത്തിനോട് ദയവായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കൂ. അതായത് ലെഗ് സൈഡിലേക്ക് ഫീൽഡറെ വെച്ച് ഒരു ഫീൽഡ് സെറ്റിംഗ് നടത്തിയ ഒരു ടീം ആക്രമിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ സെറ്റിങ്സ് മനസ്സിലാക്കി ആ ലെഗിലേക്ക് തന്നെ വീണ്ടും അടിക്കാതെ കളി മുന്നോട്ട് കൊണ്ടുപോയി കൺസിസ്റ്റൻസിയോടെ കളിക്കാൻ ഒരു കളിക്കാരെ ശ്രമിക്കണ്ടേ? എന്തുകൊണ്ടാണ് സഞ്ജുവിൻ്റെ ഭാഗത്തു നിന്ന് ഇത് ഉണ്ടാവാത്തത്? ഇന്ന് സഞ്ജു വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നമീബിയക്കെതിരെ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യത്തെ 6 തന്നെ അതിൻ്റെ ഉദാഹരണമായിരുന്നു. അതിനുശേഷം അദ്ദേഹം വീണ്ടും 6 അടിക്കുന്നു, ലെഗിലേക്ക് 2 കൂറ്റൻ 6കൾ. പിന്നീട് അദ്ദേഹം ഒരു ബൗണ്ടറി ഓഫ് സൈഡിലേക്ക് നേടുന്നു. അതൊക്കെ വളരെ നല്ലതായിരുന്നു. പിന്നീട് അതിനുശേഷം അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ പണ്ടത്തെ അതേ സ്റ്റൈലിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അദ്ദേഹത്തിൻ്റെ ലെഗിലേക്കുള്ള 6 കണ്ട് ഫീൽഡ് പ്ലേസ്മെൻറ്റ് ക്യാപ്റ്റൻ നടത്തുന്നു നമീബിയയുടെ. എന്നാൽ അത് മനസ്സിലാക്കാൻ പറ്റാതെ സഞ്ജു വീണ്ടും തൻ്റെ പഴയ മിസ്റ്റേക്കായിട്ട് ലെഗ് സൈഡിലേക്ക് അടിക്കുന്നു. ഫീൽഡർ അവിടെ തന്നെ ഉണ്ടാവുന്നു, ക്യാച്ച് എടുക്കുന്നു. സെയിം സ്റ്റോറി റിപ്പീറ്റ്സ് വിത്ത് സഞ്ജു സാംസൺ. ഇത് തന്നെയാണ് ഇന്നും സംഭവിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല, ഇത്രയും നല്ലൊരു അടിപൊളി ചാൻസ് വേൾഡ് കപ്പിലേക്ക് ഒരു സർപ്രൈസ് എൻട്രി അഭിഷേക് ശർമ്മയ്ക്ക് വയ്യാത്തത് മൂലം കിട്ടിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി, അതൊന്നും മുതലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ സഞ്ജുവിന് ഇനി വരാൻ പോകുന്ന പാകിസ്ഥാൻ്റെ കളിയിലും മറ്റുള്ള കളികളിലും ഒരുപക്ഷെ ഓപ്പണർ അല്ലെങ്കിൽ ടീമിലൊരു കളിക്കാരനായിട്ട് ഒരു സ്ഥാനം കിട്ടിയേനെ, ടീമിൽ ബാറ്ററായിട്ട് ഇറങ്ങാനായിട്ട്. അതുപോലും അദ്ദേഹം കളഞ്ഞു കുടിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. എന്നാൽ നോക്കി, അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഇഷാൻ കിഷനാണെങ്കിൽ സെക്കൻഡ് വിക്കറ്റ് കീപ്പറായി ടീമിലെത്തിയിട്ട് പോലും കിട്ടിയ അവസരം മുതലാക്കി അതിനെ 1 സ്കോറുകളാക്കി സെഞ്ചുറിയാക്കി സഞ്ജു സാംസനെ കടത്തി വെട്ടി ഫസ്റ്റ് കീപ്പറായി ടീമിലിപ്പോൾ തുടരുന്നു. ഇതുപോലൊരു അവസരം സഞ്ജുവിന് വീണ്ടും കിട്ടിയിട്ടും അത് മുതലാക്കാൻ സഞ്ജു സാംസന് സാധിക്കുന്നില്ല. ഇന്ത്യൻ ടീം പോലെ ഇത്രയും ധാരാളിത്തമുള്ള കളിക്കാർ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടീമിലേക്ക് ചാൻസ് കിട്ടിയിട്ട് അതിൽ നമ്മൾ മുതലാക്കണം. അതിന് നമ്മൾ കൺസിസ്റ്റൻസി വേണം. ആദ്യം തന്നെ നമ്മൾ ടീമിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിൽപ്പാണ് ആദ്യത്തെ തന്നെ ആവശ്യം. നിലനിൽപ്പിന് ശേഷം സ്കോറിങ് കണ്ടെത്തി ടീമിനെ വിജയത്തിലേക്ക് കണ്ടെത്തുകയാണ് സഞ്ജു ചെയ്യേണ്ടത്. ഇനിയെങ്കിലും സഞ്ജു ഇത് എന്ന് പഠിക്കും എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യം തന്നെ നമ്മൾ ചെറിയ സ്കോറുകൾ ടീമിന് വേണ്ടി കൊടുക്കണം, 1 സ്കോറുകളിലേക്ക് മാറ്റണം, ടീമിൻ്റെ വിജയത്തിൽ പങ്കുവഹിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുണ്ടാവൂ. ആദ്യം നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ള കളിയും കളിക്കേണ്ടി വരും. പക്ഷേ അത് ഫൈനലി ടീമിൻ്റെ വിജയത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അത് തന്നെയാണ് പലപ്പോഴും മിക്ക കളിക്കാരും ചെയ്യുന്നത്. സഞ്ജുവിന് ഇതൊന്നും ഇതുവരെയായിട്ട് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ സാധിച്ചിട്ടില്ല. സ്വയം കൺട്രോൾ ഷോട്ടുകളിലൂടെ കളിച്ചു തുടങ്ങിയ ഒരു കളിക്കാരൻ വീണ്ടും പഴയ പാറ്റേണിലേക്ക് തിരിച്ചുപോയി ഔട്ടാവുന്നത് തീർച്ചയായും ആരാധകർ എന്ന നിലയിൽ നമുക്കെല്ലാം തികച്ചും നിരാശാജനകമായ ഒരു കാര്യം തന്നെയാണ്. ദയവ് ചെയ്ത് സഞ്ജു ഇത്തരം കാര്യങ്ങൾ ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കൂ. ഒരേ സമയം ഒരേ തെറ്റ് തന്നെ ആവർത്തിക്കുന്ന ആൾക്കാരോട് എനിക്കറിയില്ല ഇനി എന്താകുമെന്ന് അദ്ദേഹത്തിൻ്റെ ഭാവി. കിട്ടിയ ഒരു ലാസ്റ്റ് ചാൻസ് മുതലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇനി കണ്ടറിയാം സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഒരു പ്ലെയർ ഇൻ്റർനാഷണൽ T20 വേൾഡ് കപ്പിൽ കളിക്കുമോ, അതോ ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു ഇന്ത്യൻ ടീമിലെ ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ കളിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ഇത് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നോ എന്നും കണ്ടറിഞ്ഞ് കാണണം. എനിവേ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.